ന്യൂണിലെ സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി എങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ന്യൂണിൽ പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓർഡർ പിക്ക് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഓർഡർ ചെയ്യുക എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് ന്യൂണിലെ സെല്ലർ ലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫുൾഫിൽഡ് വഴി പാർട്ണേഴ്സ് എന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഇവിടെ കാണും വെയർഹൗസ്. ഓക്കെ, പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് വെയർഹൗസ് സെറ്റ് ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണോ ഇത് ഡെലിവറി ചെയ്യുന്നത് എന്ന് ന്യൂണിന് മനസ്സിലാക്കണം. അതിന് വെയർഹൗസ് സെറ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം ഷോപ്പിൽ തന്നെയാണ് വെയർഹൗസ്, അതല്ല വേറെ എവിടെയെങ്കിലാണ് അത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വന്തം ഷോപ്പിൽ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളതും ബില്ലിങ്ങും എല്ലാം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതാണ് വെയർഹൗസ്. ഓക്കെ, അപ്പോൾ വെയർഹൗസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വെയർഹൗസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓൾറെഡി ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആഡ് ന്യൂ വെയർഹൗസ്. ഓക്കെ, വെയർഹൗസിൻ്റെ നെയിം എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, വെയർഹൗസിൻ്റെ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, അത് ക്രിയേറ്റ് കൊടുക്കുക. വെയർഹൗസ് സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്നത് നെയിം കൊടുക്കണം, കോൺടാക്ട് നെയിം കൊടുക്കണം, ഫോൺ നമ്പർ, വെയർഹൗസിൻ്റെ അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി, അതുപോലെ ഐറ്റം സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം കൺഫേം ആക്കുക. കൺഫേം ആക്കി കഴിഞ്ഞാൽ വെയർഹൗസിൻ്റെ ഒരു നമ്പർ കിട്ടും. ഇവിടെ ഇതേപോലെ വെയർഹൗസ് കോഡ് കിട്ടും. അപ്പോൾ ആ കോഡിലോട്ടാണ് ഓർഡേഴ്സ് വരിക. വെയർഹൗസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്ക് എൻഡിൽ ന്യൂൺ പാർട്ണേഴ്സിൻ്റെ ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഫുൾഫിൽഡ് വഴി പാർട്ണർ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ പാക്കിംഗ് മെറ്റീരിയൽസ് കാണുന്നുണ്ടോ? പാക്കിംഗ് മെറ്റീരിയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാക്കിംഗ് മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് എനിക്ക് ഈ ഒരു ഓൾറെഡി ഞാനൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് എനിക്ക് ഓർഡർ മെറ്റീരിയൽസ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ഇതവിടെ മുകളിൽ ഓർഡർ പാക്കിംഗ് മെറ്റീരിയൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വെയർഹൗസ് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെയർഹൗസ് സെലക്ട് ചെയ്തു. വെയർഹൗസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഓർഡർ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ബോക്സ് വരുന്നുണ്ട്. ഗ്ലാസ് ടൈപ്പാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഡാമേജസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതാണെങ്കിൽ അതിൽ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അതേപോലെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് അതിനകത്ത് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റിക്കർ വരുന്നുണ്ട്. അതുപോലെ ബോക്സ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ സൈസും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ മെറ്റീരിയൽ കവറിലിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കവറിൻ്റെയും സൈസ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അതേപോലെ ചില പ്രൊഡക്റ്റ് ഉള്ളിൽ ബബിൾ കവർ ഉള്ള സാധനവും ഇതിനകത്ത് പാക്കിംഗ് മെറ്റീരിയലും ഇതിനകത്ത് വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ബോക്സ് നേരത്തെ പറഞ്ഞ പോലെ വലിയ ബോക്സുകളുണ്ട്. പിന്നെ ബോക്സിൽ ഒട്ടിക്കുന്ന ടാപ്പ് ഉണ്ട്. അതെന്തായാലും നിർബന്ധമാണ്. ബോക്സിൽ ഒട്ടിക്കുന്ന ടാപ്പ് ബോക്സ് ഓർഡർ ചെയ്യുമ്പോൾ ടാപ്പ് എന്തായാലും വേണം. ഓക്കെ, പിന്നെയാണ് ഏറ്റവും നിർബന്ധമുള്ള കാര്യം QR കോഡാണ്. പിക്ക് ചെയ്യുമ്പോൾ ഈ QR കോഡാണ് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒട്ടിക്കുന്നു. ഒട്ടിച്ച് കഴിഞ്ഞാൽ ന്യൂണിൻ്റെ ഡെലിവറി ബോയ് വന്നിട്ട് ആ QR കോഡ് മാത്രമാണ് സ്കാൻ ചെയ്യുക. അപ്പോൾ വേറെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഇല്ല. ഇതാണ് ഈ ഒരു QR കോഡ് മാത്രമാണ് അതിനകത്തുള്ളത്. ബാക്കിയെല്ലാം സിസ്റ്റത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുള്ളത് ഏതാണോ വേണ്ടത് വെച്ചാൽ സെറ്റ് ചെയ്യാം. പാക്കിംഗ് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിൻ്റെ സൈസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സൈസിലാണ് ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോൾ ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ വലിയൊരു കവർ കൊണ്ട് കാര്യമില്ല, വലിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ചെറിയൊരു കവർ കൊണ്ട് കാര്യമില്ല. ഓക്കെ, താഴെ എല്ലാത്തിനും താഴെ ഇതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കെയിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൈസ് നോക്കുക, എത്രയാണ് എൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ പാക്കിംഗ് ചെയ്യുമ്പോൾ എത്ര സൈസിലുള്ള കവറാണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ സെലക്ട് ചെയ്ത വെയർഹൗസിലോട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അവർ കൊണ്ടുവരുന്ന. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാക്കിംഗ് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള കാര്യങ്ങൾ. ഇനി ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് QR കോഡ് സ്കാൻ ചെയ്ത് ഓർഡർ പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.